സബ്സിഡി നൽകിയതിലൂടെയുള്ള നഷ്ടം നികത്തുന്നതുവരെ പ്രതിമാസം 40 മുതൽ 50 പൈസ വരെ ഡീസൽ ലിറ്ററിന് വില വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് അനുമതി നൽകിയത്. ഘട്ടം ഘട്ടമായി വില നിയന്ത്രണാധികാരം പൂർണ്ണമായും എടുത്തുകളയാനും കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണമാണ് പെട്രോളിയം മന്ത്രിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 വർഷത്തിനകം വില നിയന്ത്രണാധികാരം പൂർണ്ണമായും പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നൽകുമെന്ന് പെട്രോളിയം മന്ത്രി വീരപ്പ മൊയ്ലി പറഞ്ഞു. ഇന്ധനവില നിർണ്ണയം സംബന്ധിച്ച് പഠിച്ച ഗേൽക്കർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. 2014 പൂർണ്ണമായും വില നിയന്ത്രണം എടുത്തുകളയും. ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കൂടുന്നതനുസരിച്ച് വില വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾക്ക് സാഹചര്യം ഒരുക്കുന്നതിനാണ് നടപടി. ഡീസൽ വില വർധനയുടെ ബാധ്യത റെയിൽവേ, KSRTC പോലുള്ള വൻകിട ഉപഭോക്താക്കൾ തന്നെ ഏറ്റെടുക്കണം. കേന്ദ്ര സർക്കാരിന് ഇതിൽ പരിമിതികളുണ്ട്. റെയിൽവേ അടക്കമുള്ള വൻകിട ഉപഭോക്താക്കൾ ഇതിനായി സ്വന്തം ബജറ്റിൽ തുക കണ്ടെത്തണമെന്നും വീരപ്പ മൊയ്ലി പറഞ്ഞു. സബ്സിഡി നൽകിയതിലൂടെ ലിറ്ററിലുണ്ടായ 9 രൂപ 22 പൈസ നഷ്ടം നികത്തുന്നതുവരെയായിരിക്കും ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുകയെന്നായിരുന്നു നേരത്തെ പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. വില നിയന്ത്രണം പൂർണ്ണമായും എടുത്തുകളയുന്നതോടെ എണ്ണ കമ്പനികൾക്ക് യഥേഷ്ടം വില വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.